തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഫലമറിയാൻ വേണ്ടി. നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന റിസൾട്ടാണ് കാത്തിരിക്കുന്നത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്ന സ്ഥലങ്ങളിൽ BJP ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്വാഭാവികമായിട്ടും പാലക്കാട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു ടാർഗറ്റ്. കാരണം 2 തവണ തുടർച്ചയായിട്ട് ഭരണത്തിലേറിയ സ്ഥലമാണ്, മുനിസിപ്പാലിറ്റിയാണ്. മൂന്നാമത് വീണ്ടും ഹാട്രിക് വിജയം നേടാനുള്ള ഒരു ശ്രമത്തിലാണ് BJP. ചരിത്ര വിജയം സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി അവിടെ പ്രവർത്തനം നടത്തി വരുന്നത്. അതുമാത്രമല്ല, BJPയെ സംബന്ധിച്ച് അതൊരു വൈകാരികമായുള്ള ഒരു സംഭവം കൂടിയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ആദ്യമായിട്ടൊരു മുനിസിപ്പാലിറ്റിയിൽ BJP വിജയിച്ചത്, ഒരു നഗരസഭയിൽ BJP വിജയിച്ചത് പാലക്കാടാണ്. അപ്പോൾ പാലക്കാട് കൈവിട്ട് പോകാതെ നോക്കേണ്ടത് RSSൻ്റെയും BJPയുടെയും ഏറ്റവും വലിയൊരു ദൗത്യമായിട്ടാണ് പൊതുവെ വിശേഷിപ്പിക്കപ്പെട്ടത്. എന്തായാലും ആ രീതിയിൽ തന്നെ RSSൻ്റെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള ഊർജിതമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരു മാസ കാലയളവിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. മുൻ ചെയർപേഴ്സൺ ഓപ്പണായിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നീരസം പ്രകടിപ്പിക്കുന്നു, നിലവിലെ ചെയർപേഴ്സൺ പ്രസ്താവനകൾ നടത്തുന്നു, ശിവരാജൻ എന്ന മുതിർന്ന നേതാവിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നു. അപ്പോൾ എപ്പോഴും മാധ്യമങ്ങൾ ഇങ്ങനെ പാലക്കാടിനെ വേട്ടയാടുന്ന രീതിയിൽ, അതായത് പാലക്കാട് BJPയെ വേട്ടയാടുന്ന രീതിയിലുള്ള ടാക്ടിക്സ് ഒക്കെ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആ ഒരു സാഹചര്യം, കൃഷ്ണകുമാറിനെതിരെ വലിയ തോതിലുള്ള വികാരം വന്നു. അപ്പം മൊത്തത്തിലൊരു മെസ്സപ്പ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അവസാന സമയങ്ങളിൽ, പ്രത്യേകിച്ച് അവസാന ഒരു 2 ആഴ്ചയൊക്കെ വലിയ വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. അത് കോൺഗ്രസിന് ശരിക്കും അവരുടെ ഒരു മുഖം നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയി എന്നുള്ളതാണ്. കാരണം ആത്മാഭിമാനമുള്ള, അത്യാവശ്യം നാണവും മാനവുമുള്ള കോൺഗ്രസ്സുകാർക്ക് ഒരിക്കലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തെ ന്യായീകരിക്കാൻ സാധിക്കില്ല. ഇപ്പം മുസ്ലിം ലീഗുകാർക്കൊക്കെ അതൊരു വീരവാദമൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് വയ്ക്കും. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ശരിക്കും അവരുടെ ആ ഒരു മൊമെൻ്റ് അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. കാരണം ആ ഒരു ശബ്ദരേഖകൾ പുറത്തു വന്നതും അതുകൂടാതെ ഒളിവിൽ പോയതും മൊത്തത്തിൽ നാണക്കേടിൻ്റെ ഒരു അവസ്ഥയിലൂടെയാണ് കോൺഗ്രസ് പാലക്കാട് പോയത്. കാരണം വലിയ വീരസ്യവുമായിട്ട് വീരവാദമൊക്കെ മുഴക്കിയിട്ടാണ് ഷാഫി പറമ്പിലും അതുകൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രംഗത്ത് വന്നിരുന്നത്. പക്ഷേ ആ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 25 വാർഡുകളെങ്കിലും ജയിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കാൽക്കുലേഷനാണ് തെരഞ്ഞെടുപ്പിന് ശേഷം BJPയിൽ നിന്ന് ലഭിക്കുന്നത്. കഴിഞ്ഞ തവണ 52 വാർഡുകളാണ് ആകെ പാലക്കാടുള്ള. അതിൽ 28 വാർഡുകളിൽ BJPക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നു. ഇത്തവണ ഏറ്റവും ചുരുങ്ങിയത് 25 വാർഡുകളാണ്. മിക്കവാറും അതിൽ കൂടുതൽ റിസൾട്ടിലേക്ക് എത്താനുള്ള, അതിലും മികച്ച പ്രകടനം പുറത്തെടുക്കാനുള്ള ഒരു സാഹചര്യം പാർട്ടിക്കുണ്ടെന്നുള്ള ഒരു വിലയിരുത്തലാണ്. എന്തായാലും ഭരണം നഷ്ടപ്പെടില്ല എന്നുള്ള ഒരു കാൽക്കുലേഷൻ തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. ഇത്തവണയും ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച് പാലക്കാട് നഗരസഭ തങ്ങളുടെ കോട്ടയാണെന്ന് തെളിയിക്കാനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണ് BJP. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ജില്ലകളിൽ തൃശ്ശൂർ കോർപ്പറേഷനിലെ ഒരു പ്രകടനം, അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രകടനം. പ്രത്യേകിച്ച് എങ്ങനെ വരും, ആര് ഭരണം പിടിക്കും. കാരണം ആ ഒരു സാഹചര്യമാണ് അവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് BJPയുടെ ഒരു വളർച്ച, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ വിജയം, സുരേഷ് ഗോപിയുടെ വിജയം, ഇതെല്ലാം പിക്ചർ ആകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. BJP ആണെങ്കിൽ തിരുവനന്തപുരത്തിനൊപ്പം തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കുമെന്നുള്ള ഒരു അവകാശവാദമൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. തൃശ്ശൂർ കോർപ്പറേഷനിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു ക്യാമ്പയിനിങ് തന്നെ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഈവൻ മുസ്ലിം വിഭാഗത്തു നിന്നുള്ള മുംതാസിനെ പോലെയുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ രംഗത്തിറക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. പ്രചരണത്തിലൊക്കെ ഒരു മേൽക്കൈ നേടാൻ പ്രത്യേകിച്ച് സുരേഷ് ഗോപി നേരിട്ട് വന്നാണ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത്. അപ്പോൾ സുരേഷ് ഗോപിയുടെ ആ ഒരു ഇമ്പാക്റ്റ്, ആ ഒരു ക്രിസ്ത്യൻ വോട്ടുകൾ ഇപ്പോഴും BJPക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ ഒരു അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവേ ഉണ്ടായിരുന്നു. എന്തായാലും ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം കഴിഞ്ഞ തവണ 6 വാർഡുകളിലാണ് BJP ജയിച്ചത്. 24 വാർഡുകളിൽ വീതം UDFും LDFും ജയിച്ചു. അങ്ങനെ അവസാനം നമുക്കറിയാം, MK വർഗീസ് എന്ന് പറയുന്ന UDF വിമതൻ മേയറായി മാറുന്നു. LDFിൻ്റെ പിന്തുണയോടെ LDF അങ്ങനെ അധികാരം പിടിച്ചെടുത്തതാണ്. അപ്പോൾ ഈ സാഹചര്യമൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തും സംഭവിക്കുക എന്നുള്ളൊരു അവസ്ഥയാണ് നിലവിൽ തൃശ്ശൂരിലുള്ളത്. BJP എന്തായാലും ഇമ്പ്രൂവ് ചെയ്യാം അവരുടെ ടാലി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ തവണ 6 വാർഡുകളിലാണ് BJP ജയിച്ചത്. അതിനു മുമ്പ് 2015-ലും 6 വാർഡുകളിലാണ് ജയിച്ചത്. അപ്പോൾ ഇത്തവണ ഒരു 15 വാർഡുകളെങ്കിലും പാർട്ടി പിടിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. 15 മുതൽ ഒരു പക്ഷേ 20 വരെയൊക്കെ പോയേക്കാം. അതായത് തൃശ്ശൂരിൻ്റെ ഭരണത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ, ആര് ഭരിക്കണമെന്ന് വരെ നിർണ്ണയിക്കുന്ന രീതിയിലേക്ക് BJP ഒരു ശക്തിയായിട്ട് മാറുമെന്നാണ് പൊതുവേ ഉള്ള ഒരു കാൽക്കുലേഷൻ. അപ്പം തൃശ്ശൂർ എന്തായാലും ഇപ്പോഴും BJP പ്രതീക്ഷ വയ്ക്കുന്ന ഒരു കോർപ്പറേഷൻ തന്നെയാണ്. പക്ഷേ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന രീതിയിൽ, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതേ രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ഈ ഒരു
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 36 വാർഡുകളിൽ, തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലെ 36 വാർഡുകളിൽ സുരേഷ് ഗോപി ഒന്നാമതെത്തിയിരുന്നു. പക്ഷെ അത് റിക്രീറ്റ് ചെയ്യുക ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിലും BJP ശരിക്കും കരുത്തു കാട്ടും. ഒരുപക്ഷെ ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവെ പാർട്ടിക്കുള്ളത്. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് മുനിസിപ്പാലിറ്റികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റി കൊടുങ്ങല്ലൂരാണ്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ BJP ഏറ്റവും കൂടുതൽ ഭരണം ഉറപ്പിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് കൊടുങ്ങല്ലൂർ. കാരണം കഴിഞ്ഞ തവണ 21 വാർഡുകളിൽ ജയിച്ചിട്ടും തലനാരിഴയ്ക്കാണ് BJPക്ക് ഭരണം നഷ്ടപ്പെട്ടത്. ആകെയുള്ളത് 44 വാർഡുകളായിരുന്നു കഴിഞ്ഞ തവണ 2020 ഇലക്ഷനിൽ. 22 വാർഡുകളിൽ LDFും 21 വാർഡുകളിൽ BJPയും ജയിച്ചു. ഒരൊറ്റ വാർഡിൽ മാത്രം ഒതുങ്ങി UDF എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണ ഏതു വിധേനയും ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് തന്നെയാണ് BJP അവിടെ ക്യാമ്പയിനിങ് നടത്തിയത്. പ്രത്യേകിച്ച് സുരേഷ് ഗോപി അവിടെ വളരെ സജീവമായിരുന്നു. സംവാദങ്ങളുമായി അദ്ദേഹം വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള പ്രചരണം അവിടെ നടത്താൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. കുറേ കാലമായി കൊടുങ്ങല്ലൂർ BJPയുടെ ഒരു ബാസ്റ്റ്യനായി ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഇത്തവണ ഉണ്ടാകും. ഇത്തവണ ഏത് വിധേനയും കൊടുങ്ങല്ലൂരിൽ ഭരണം പിടിക്കും എന്നുള്ള ഒരു പ്രവർത്തനവുമായിട്ടാണ് BJP മുന്നോട്ട് പോയത്. അപ്പം 2 വാർഡുകൾ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. 44 നിന്ന് 46 വാർഡുകളായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു 24 വാർഡുകൾ 25 വാർഡുകളൊക്കെ നേടാൻ സാധിക്കുകയാണെങ്കിൽ BJPക്ക് ഒറ്റയ്ക്ക് കൊടുങ്ങല്ലൂർ, അതായത് BJPക്ക് ഭരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു വസ്തുത. പിന്നെ അതുകൂടാതെ ഷൊർണൂരിലും പാർട്ടിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ തവണത്തെ മുഖ്യ പ്രതിപക്ഷമായത് 9 വാർഡുകളിൽ ജയിക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. ഇത്തവണ വലിയൊരു മുന്നേറ്റം ഉണ്ടാകും എന്നുള്ള ഒരു കാൽക്കുലേഷൻ പാർട്ടിക്കുണ്ട്. പിന്നെ മറ്റ് തൃശ്ശൂർ ജില്ലയിൽ തന്നെ മറ്റ് മുനിസിപ്പാലിറ്റികൾ, ഇരിങ്ങാലക്കുട, അവിടെ 8 വാർഡുകളിൽ കഴിഞ്ഞ തവണ BJP ജയിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഒറ്റപ്പാലത്ത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് 9 വാർഡുകളിൽ കഴിഞ്ഞ, അതായത് 2020 ഇലക്ഷനിൽ BJPക്ക് ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു വമ്പൻ മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പാർട്ടി. ഒരുപക്ഷെ ഒറ്റപ്പാലം, ഷൊർണൂർ, ഇരിങ്ങാലക്കുട ഇത്തരം പ്രദേശങ്ങളിലൊക്കെ ഒരു വമ്പൻ മുന്നേറ്റം, അതായത് ഭരണത്തെ സ്വാധീനിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടൊക്കെ മാറാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇത് പൊതുവെ ഈ ക്രോസ് വോട്ടിംഗ്, അതുകൂടാതെ UDF LDF അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. കാരണം BJP ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ടാക്ടിക്സ് ഒക്കെ UDFും LDFും സ്ഥിരമായിട്ട് പയറ്റാറുണ്ട്. അത് ഇലക്ഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അതും ഫൈനൽ റിസൾട്ടിനെ കൃത്യമായിട്ട് നിർണ്ണയിക്കും. അപ്പോൾ അതൊരു ഫാക്ടറാണ്. സാധാരണഗതിയിൽ ഇവിടെയൊക്കെ നല്ലൊരു വേവ് BJPക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു ഫൈനൽ അനാലിസിസ് ആണ്. പിന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ നല്ലൊരു പ്രകടനം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം മികച്ച സ്ഥാനാർത്ഥികളെയൊക്കെ രംഗത്തിറക്കി നല്ല രീതിയിൽ ക്യാമ്പയിനിങ്ങിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. 7 വാർഡുകളാണ് നിലവിൽ BJPക്കുള്ളത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും 7 വാർഡുകൾ വീതമാണ് BJP ജയിച്ചത്. അപ്പോൾ ഇത്തവണ അതിനേക്കാൾ മികച്ചൊരു പ്രകടനം, ഒരു 15 വാർഡുകളിലൊക്കെ BJP ജയിച്ചേക്കാമെന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 7 വാർഡുകളിൽ BJP ജയിച്ചപ്പോൾ 22 വാർഡുകളിൽ രണ്ടാമത് വന്നു. അതിൽ ചിലതൊക്കെ നേരിയ വോട്ടിനാണ് പരാജയപ്പെട്ടത്. അതിനർത്ഥം ഒരു 35 വാർഡുകളെങ്കിലും നിർണായക സ്വാധീനം BJPക്ക് ഉണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ. അപ്പം അതിൽ എത്രത്തോളം സീറ്റുകൾ നേടാൻ പറ്റും എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. പിന്നെ അവിടെയും ഈ മുസ്ലിം കൺസോളിഡേഷൻ, അതുകൂടാതെ ടാക്ടിക്കൽ വോട്ടിംഗ്, ഇതിനെല്ലാം മറികടന്നാൽ മാത്രമേ ഉള്ളൂ BJPക്ക് പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ബേപ്പൂർ മേഖലയിലൊക്കെ 2015 3 വാർഡുകളിൽ BJPക്ക് ജയിക്കാൻ സാധിച്ചിരുന്നു. ബേപ്പൂർ പോർട്ട്, ബേപ്പൂർ, മാറാട് വാർഡുകളിലൊക്കെ. പക്ഷേ കഴിഞ്ഞ തവണ ഇവിടെ എല്ലാം UDF LDF അഡ്ജസ്റ്റ്മെൻറ്റ് കാരണം ചെറിയ വോട്ടുകൾക്ക് നഷ്ടമായി വാർഡുകൾ. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു ഫാക്ടറാണ്. തെക്കൻ കേരളത്തിൽ മാത്രമല്ല വടക്കൻ കേരളത്തിലും BJPയുടെ പ്രകടനത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമെന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് പാർട്ടി നേതൃത്വം. പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ എണ്ണം കൂട്ടാനും മുനിസിപ്പാലിറ്റി വാർഡുകളുടെ എണ്ണം കൂട്ടാനും ഒക്കെ കണ്ണൂരിലും കാസർഗോഡും അതുകൂടാതെ തന്നെ വയനാട്ടിലൊക്കെ സാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഫൈനൽ റിസൾട്ട് അറിയാൻ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.